ഈ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ചിലപ്പോൾ ഞാനായിരിക്കും അവിടെ നിന്നുകൊണ്ട് ഈശോയുടെ നാമത്തിൽ സംസാരിക്കണത്. പക്ഷേ ചിലർ ഇതിൻ്റെ അകത്ത് ഈ അതായത് ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ് അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ജീവന്റെ തിരുഭോജ്യമേ ആരാധന ജീവന്റെ തിരുഭോജ്യമേ ആരാധന ജീവന്റെ തിരുഭോജ്യമേ. യോഹന്നാൻ 6:45. യോഹന്നാൻ 6:45. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇപ്പം എല്ലാവരുമാണ്, അല്ലാതെ കുറച്ച് പേര് സെമിനാരിൽ ചേർന്ന് വൈദിക വിദ്യാർത്ഥികളായിട്ട് കുറേ 10 കൊല്ലം പഠിക്കണ അങ്ങനെയുള്ള കക്ഷികൾ മാത്രമല്ല. ദൈവത്തിൻ്റെ വാക്കുകൾ വളരെ സുതാര്യവും ലളിതവും ഹ്രസ്വവും ആണ്. എന്താണ്? അവരെല്ലാവരും ദൈവവചനം കേൾക്കുന്ന എല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ ആ സാധ്യത മനസ്സിലാക്കണം. ഞങ്ങളൊക്കെ വചനം പറയുമ്പോഴും നിങ്ങളൊക്കെ ജോസഫ് വചനമല്ല, ഞാനതിന് ശബ്ദം നൽകുന്ന മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ റിട്ടേൺ വേർഡ് ഓഫ് ഗോഡിന് ഞാനൊരു സൗണ്ട് ചെയ്ത് കൊടുക്കും, ഞാൻ ശബ്ദം കൊടുക്കും. എന്നുവെച്ചാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അപ്പാരറ്റസ് ചെവിയല്ലേ അല്ലേ? അപ്പം ചെവിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇനി ശബ്ദം കൊടുക്കാൻ, ശബ്ദസംബന്ധമായ കാര്യങ്ങളല്ലേ ചെവി അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ വാക്കുകൾ എടുത്തിട്ട് നിങ്ങളുടെ ചെവിക്കും എൻ്റെ ചെവിക്കും പറ്റുന്ന രീതിയിൽ ഞാനതിനെ ശബ്ദം കൊടുക്കും അതിന്. അപ്പം നിങ്ങളത് കേൾക്കുകയാണ് ചെയ്യണത്. അപ്പം ചിലരെന്ത് ചെയ്യും, അത് മനുഷ്യനാൽ പഠിപ്പിക്കുന്ന പോലെയും ആകും, ദൈവത്താൽ പഠിപ്പിക്കുന്ന പോലെയും ആകും. ഇപ്പം നിങ്ങളൊരു 100 പേരുണ്ടെന്ന് വിചാരിച്ചോ, 50 പേർക്ക് ഞാൻ ജോസഫ് അച്ഛൻ പഠിപ്പിച്ച പോലെയാവും, മനുഷ്യൻ പഠിപ്പിച്ച പോലെയാവും. 50 പേർക്ക് ദൈവം പഠിപ്പിച്ച പോലെയാവും. അതെങ്ങനെ അറിയാൻ പറ്റും? ചിലർക്ക് കേൾക്കുമ്പോൾ തന്നെ സംശയങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കും. ചിലർക്ക് സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതാണ് സംഭവം. ഈ സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടണില്ല എന്നർത്ഥം. ക്ലാരിഫിക്കേഷൻ കിട്ടണില്ല. നമ്മൾ ഇരുട്ടത്ത് ഇറങ്ങി നടക്കുകയാണ്, നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നടക്കാൻ പറ്റില്ല നമുക്ക്, അല്ലേ? നമുക്ക് ഇരുട്ടത്ത് നടക്കണം, അത് പവർ കട്ടാണെന്ന് വിചാരിച്ചോ, നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റണില്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. കാര്യം വചനത്തെ സംബന്ധിച്ചിടത്തോളം വചനത്തെക്കുറിച്ചുള്ള ഒരു വാക്യമെന്ന് പറയണത്, ദൈവത്തിൻ്റെ വചനം തൻ്റെ പാദങ്ങൾക്ക് ദീപവും പാതയിൽ പ്രകാശവുമാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. 119 സങ്കീർത്തനം 105 തിരുവചനം. 119 സങ്കീർത്തനം 105 തിരുവചനം. അങ്ങയുടെ വചനം, അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അപ്പം ഓരോ വചനത്തിൻ്റെയും അതിൻ്റെ മിഷൻ എന്താണ്? ദൗത്യം. വചനത്തിൻ്റെ ദൗത്യം എന്താണ്? ഓരോ വചനവും അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും, പാതയിലെ പ്രകാശവുമാണ്. എന്നുവെച്ചാൽ ഞാൻ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുമെന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ കൂടെയാണ് ഇത് പോണത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ഞാൻ നടക്കേണ്ട വഴി. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ.